കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. 3.5 വയസ്സുകാരിയുടെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അംഗനവാടി വർക്കറുടെ മകനായ 20-കാരൻ കാശിനാഥാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത്. ശിശുവികസന വകുപ്പിന്റെ പരിശോധന ഇന്ന് അംഗനവാടിയിൽ നടക്കും. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ളവരുടെ കയറ്റരുതെന്ന് സർക്കാർ നിർദ്ദേശം ലംഘിച്ചതിന് അംഗനവാടി വർക്കറെ സർവീസിൽ നിന്നും ഇന്നലെ നീക്കിയിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഇയാളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം, ഇത് എങ്ങനെയാണ് ലൈംഗികാതിക്രമത്തിന് ഈ പെൺകുട്ടിയെ, ഈ 3.5 വയസ്സുകാരിയെ ഇരയാക്കിയത്? ഈ അംഗനവാടി വർക്കർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഈ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും തന്നെ ഇയാൾ ഈ അംഗനവാടിയിൽ എങ്ങനെ എത്താൻ സ്ഥിരമായ ഒരു ആളായിട്ട് ഇവിടെ മാറിയത് എങ്ങനെയെന്നതായിരുന്നു പോലീസ് ചോദിച്ചിരുന്നത്. ഇയാളുടെ മാതാവ് അംഗനവാടി ജീവനക്കാരിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ പതിവായി അവിടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അംഗനവാടികളിലൊന്നും ഇങ്ങനെ ജീവനക്കാരല്ലാത്തവരെ സ്ഥിരമായി വരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അതിൻ്റെ ഒരു ബൈലോയിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഒന്നാമതായി അത്തരം ആ ഒരു നിയമാവലി തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഇത് സ്ഥിരമായി വരുന്നത്. ആരും തന്നെയും ഇവരുടെ മകനായതുകൊണ്ട്, ജീവനക്കാരുടെ മകനായതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ സംശയിച്ചതുമില്ല എന്നതാണ്. ഇതാണ് ഇയാൾ മുതലാക്കുകയും ചെയ്തത്. ആ കുട്ടിയോട് അടുത്ത ഇടപഴകിയാണ് ഇയാൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. കുട്ടികളെ അവിടെ എടുത്ത് സഹായിക്കുക, അവരെ അവിടെ നിന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നതിനും മറ്റും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു സഹായി എന്ന രീതിയിലെല്ലാം ഇയാൾ അവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് പലരും തന്നെ പറയുന്നത്. ഇന്നലെ പോലീസ് അംഗനവാടിയിലെ മറ്റ് കുട്ടികളുടെ, അവരുടെ രക്ഷിതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരാളുടെ പെരുമാറ്റം എന്തായിരുന്നു, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഇവർ പറയുന്നത് ഇയാൾ അവിടെ ഒരു സ്ഥിരം ആളാണ്, അവിടെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒന്നാമതായി തന്നെ അത് നിയമലംഘനം നടന്നിരിക്കുന്നു. അംഗനവാടി അവിടെ എത്തുന്ന ഈ പ്രതി അവിടെ എത്തുന്ന സാഹചര്യം. രണ്ടാമത് ഇയാളുടെ ഒരു കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരാളാണോ എന്നതടക്കം പോലീസിന് സംശയമുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എവിടെയും മറ്റ് കേസുകളോ ഒന്നും തന്നെയും നിലവിലുള്ളതായിട്ട് ഈ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ എന്താണ്, ഇയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മന്ത്രി ആർ ബിന്ദു അടക്കം ഇതിൽ കർശനമായൊരു ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നതാണ്. പോലീസ് ഇയാളെ ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും. ഇയാളുടെ ഇത് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് കൂടി അറിയേണ്ടതല്ലേ? പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള ആളുകൾ അംഗനവാടിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് ഈ അമ്മയുടെ അറിവോട് കൂടിയാണോ ഈ പ്രതി അവിടെ എത്തിയത്, അംഗനവാടിയിൽ എത്തിയതെന്ന് അറിയണം. അതോടൊപ്പം കൂടുതൽ കുട്ടികളെ ഇയാൾ ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, അത് ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇയാൾ ഈ മറ്റു കുട്ടികളുടെ സമീപനം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ പോലീസ് അത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിനപ്പുറം ഒരു കൗൺസിൽ നൽകിക്കൊണ്ടാണ് പലരോടും തന്നെ കുട്ടികളോടും രക്ഷിതാക്കളോടും എല്ലാം ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ മാതാവ് അവിടെ ആയിരുന്നത് കൊണ്ടാണ് ഇയാൾ പതിവായി അവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നലെ തന്നെ കടക്കുകയും ചെയ്തത്. കാരണം ഈ അംഗനവാടികളിലെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിയമപ്രകാരം അവിടെയുള്ളവർ തന്നെ മാത്രമേ അവിടെ തുടരാൻ പാടുള്ളൂ. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിലുള്ളതാണ്. പക്ഷെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്.
അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് അവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാ. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ആ പ്രദേശത്ത് വരുന്നതാണ് അംഗനവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മോണിറ്ററിംഗ് സമ്പ്രദായം ഇല്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് വേണം ഈ കേസിനെ സമീപിക്കാൻ. കാരണം അംഗനവാടികളിൽ നിരവധിയായ അംഗനവാടികൾ ആ സംസ്ഥാനത്തുണ്ട്. അവിടെയെല്ലാം തന്നെ ഇത്തരം ഈ അനധികൃതമായ ആരെങ്കിലും അവിടെ തുടരുന്നുണ്ട്. കൃത്യമായി ഇവരെ സഹായിക്കാനും മറ്റും കൂടുന്നവർ, അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താണ്, സ്വഭാവം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ വേണം. കാരണം നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന സമാധാനത്തിൽ തന്നെയാണ് രക്ഷിതാക്കൾ അവർ ജോലിക്കും മറ്റും പോകുന്നത്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് ഉറപ്പാക്കാനായിട്ട് അധികൃതർ കൃത്യമായി കർശനമായി ഈ കാര്യങ്ങൾ ഇടപെടണം. ഇത് ഒടുവിലത്തെ സംഭവം തന്നെയായി മാറണം എന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ടോം. യെസ്, അതാണ് കാരണം. ഇനി ഇതുപോലെ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്കും ഇതുപോലെ പഠിക്കാനും പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു വിശ്വാസം അവിടെ അവർ സുരക്ഷിതരായിരിക്കുമെന്നാണ്. അവിടുത്തെ അധ്യാപകരുടെ, ജീവനക്കാരുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് കൊച്ചിയിലുണ്ടായത്. ഡാനി, ഇത് ഈ അംഗനവാടിയിലെ ഈ ജീവനക്കാരിയുടെ അറിവുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഇനി അറിഞ്ഞിട്ടും അവർ ഇത് മറച്ചു വെച്ചോ? എവിടെയാണൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല അവർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരു കൃത്യമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അധികാരിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടികൾ ഉണ്ടാകണം. ഒപ്പം ഇവരുടെ ഇയാളുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളില്ലായിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് അവരെ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അറിയില്ല എന്നതായിരുന്നു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് ഒന്നുകൂടി വിശദമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. കാരണം എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, അത് ഈ അമ്മയുടെ സാന്നിധ്യത്തിലാണോ അല്ലാതെയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇയാൾ എത്ര സമയം അവിടെ ചെലവഴിക്കുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായൊരു ഡാറ്റ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കുന്നുണ്ട്. ഇവർക്ക് ഈ അമ്മയ്ക്ക് ഇതിൽ പ്രാഥമികമായി പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയോ അറിവോ ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോലീസ് ആ മൊഴി പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് പോലീസിന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ളത് മറ്റു നടപടികളാണ്. കാരണം ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല. ഇത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് തന്നെയാണോ ഈ അംഗനവാടികൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട അതിനു മുകളിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാനും കഴിയില്ല. ടോം. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.